ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെയാണെങ്കിൽ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അംഗനവാടി പോകാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഇന്നൊരു പ്രത്യേകതയുണ്ട്, രണ്ടുപേരും അംഗനവാടി ഇരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതാ രണ്ടുപേരും ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അംഗനവാടിയിൽ പോയിട്ട് വരാം. ഏത് ഇതോ? ഓ ഇതോ? മൊത്തത്തിലൊന്നും പറിക്കണ്ട, പൂവല്ലേ. കാച്ചിക്ക് വേണോടാ? വേണോ? വാപ്പാ, വെയില്, ഭയങ്കര വെയില്. വാപ്പാ അങ്ങനെ പൂമ്പാറ്റം നോക്കി വെക്കാതെ വാ, അങ്ങോട്ട് പോ. നടക്ക. കേറ് കേറ്. അതെന്തേലും അവിടെ കിടക്കട്ടെ, പോട്ടെ, അങ്ങോട്ടെ പോ. അത് ഉറുമ്പ്. പോ പോ. ആണോ? ഓക്കെ. കാച്ചിയുടെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? കാച്ചിയുടെ കയ്യിലും പൂവ്. ശരി, പോ. ഇവിടെ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. എപ്പോഴും ഗേറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുക അവര്. അപ്പോഴത്തേനും അവളാണെങ്കിൽ ചെരുപ്പ് ഊരാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങ് പടഞ്ഞങ്ങിരുന്നു. ഇരുന്നിട്ടാണ് ആ ചെരുപ്പ് അങ്ങ് ഊരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു തന്നെത്താൻ ഊരട്ടേന്ന് കേട്ടോ. പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഒരു ചെരുപ്പ് ഊരിയിട്ട് ബാക്കി ഞാൻ മറ്റേ ചെരുപ്പ് ഊരാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെന്നപ്പം. ബാക്കി കുട്ടികൾ ഞാൻ വന്നതിന് പുറകെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എല്ലാവരോടും പിടിച്ചിരുത്തിയിട്ട് പിന്നെ പേരൻസ് എല്ലാം അങ്ങ് പോയി. ഞാനാണെങ്കിൽ കാശി അങ്ങോട്ട് ഇരുത്തുന്നതുകൊണ്ട് കുറച്ചുകൂടെ നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കാശി ഇരുത്തി തുടങ്ങിയെന്ന്. ഇപ്പോൾ 2 ദിവസം ഞാൻ അടുപ്പിച്ച് അവൻ്റെ കൂടെ ഇരുന്നു ഉച്ചവരെ. അങ്ങനെ ഞാനും കൂടി ഇരുന്നു. പിന്നെ ഇന്നലെ അവൻ കുറച്ച് നേരം കൂടി ഇരുന്നു കേട്ടോ. ഉച്ചവരെ ഇരുന്നു തന്നെത്താൻ. നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം നല്ല കരച്ചിലുണ്ടായിരുന്നു, ആദ്യത്തെ ദിവസം. പിന്നെ ഇന്ന് വലിയ കരച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചു നേരം ഒന്ന് കരഞ്ഞു. എങ്കിലും ഞാനാണെങ്കിൽ അവൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അവിടെ ഒരു കുട്ടിയാണ് കേട്ടോ, അവൾ വന്നിട്ട് എത്തി നോക്കുക അതെന്താ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുക. പിന്നെ അതുപോലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, പതുക്കെ ഇറങ്ങി. അപ്പോഴത്തേനും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ച്, സാധാരണ ഞാനും കാശിങ്ങളാണല്ലോ പോവാറ്, അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പതുക്കെ അങ്ങ് പോയി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു വീട്ടിൽ നിന്ന് ഒരമ്മ എന്നെ വിളിച്ചിട്ട് ചക്ക വേണമെന്ന് ചോദിച്ചിട്ട്. പഴുത്ത ചക്കയായിരുന്നു. അപ്പം നമുക്ക് കിട്ടാതിരിക്കല്ലേ. അപ്പോൾ അതാ ഞാൻ നേരെ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ ഇനിയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. വിശന്ന് പൊരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ അംഗനവാടി പോയിട്ട് തിരിച്ച് വന്നിരിക്കുന്നു ഗൈസ്. ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. സാധാരണ ഞാൻ അംഗനവാടി പോയിട്ട് വരുമ്പോൾ കാശി എൻ്റെ കൂടെ ഉണ്ടാവും. ഇന്ന് കാശിയില്ല കേട്ടോ. എന്നാലല്ല, ഇപ്പോൾ 2-3 ദിവസമുണ്ട് അവൻ അവിടെ ഇരുത്തുന്നുണ്ട് അംഗനവാടിയിൽ. കുറച്ച് അല്ലറ ചില്ലറ കുറേ കാര്യങ്ങൾ ഇടയ്ക്കൂടെ നോക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു മുന്നോക്കം വിചാരിച്ചിട്ടാണ് അവനെങ്ങനെ അംഗനവാടി ചേർത്തേക്കുന്നത് കേട്ടോ. അംഗനവാടിയിൽ ഇരുത്തുന്നുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമല്ല, കുഴപ്പമില്ല, കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഞാനിപ്പം 11 മണി, 11 മണി 11:15 ആയപ്പോഴാണ് അംഗനവാടി നിന്ന് ഇറങ്ങി. അത്ര നേരം ഞാൻ അവിടെ ഇരുന്നു. രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം കുറച്ച് നേരം ഇരുത്തിയൊക്കെ ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം എത്രയെന്നറിയാമോ? അങ്ങനെ സമയം നോക്കാം, 11:35 കേട്ടോ. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ രാവിലെ കഴിച്ചതാണ് കേട്ടോ. 8:30 ഞാൻ ഫുഡ് കഴിച്ചു. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസത്തിന് ശേഷം ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊന്നും മാറ്റുന്നില്ല, കാരണം ലൈവ് എടുക്കേണ്ടതുകൊണ്ട് ഡ്രസ്സ് മാറ്റുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ റേഷൻ കടയിൽ നിന്നൊരു അമ്മയാണ് കേട്ടോ. ആ അമ്മ ആണ് ചക്ക തന്നു, പഴുത്ത ചക്ക. അത് പിള്ളേർ വന്നിട്ട് നമുക്ക് മുറിക്കാം വൈകുന്നേരം. ഇപ്പം ഞാൻ പോയിട്ട് പഴങ്കഞ്ഞി കുടിക്കട്ടെ. പിന്നെ ഒരു സന്തോഷം വരും നിങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പം വിശദമായിട്ടങ്ങ് പറയാം. ഓക്കെ, അങ്ങനെ ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വിഭവങ്ങളൊന്നും വിസ്തരിക്കുന്നില്ല ഗൈസ്, നിങ്ങളൊക്കെ ഊഹിച്ചെടുത്തോളൂ. ഞാൻ കഴിക്കട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അതായത് എന്താണെന്നറിയോ, ഇതാണ് ചീവക്കിഴങ്ങ്, കൂർക്കാന്നൊക്കെ പറയില്ല, സാധനമാണ് കേട്ടോ. എനിക്കിങ്ങനെ ചോറിന് കൂടെ ഇളക്കി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം അല്ലാതെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വേറെ പ്ലേറ്റിലെടുത്തേക്കുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ. വിശന്ന് പണ്ടാരം ഇറങ്ങി.
വിശന്ന് പണ്ടാരടങ്ങി. കഴിക്കട്ടെ അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ലൈവൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ പിള്ളേരെ വിളിക്കാൻ വേണ്ടി. ഞാൻ തിരിച്ച് അംഗനവാടിയുടെ അവിടെ എത്തിയിട്ടോ, കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. കാശ് 2ാമത്തെ ദിവസം ഇരിക്കുന്നു. പക്ഷെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. പിന്നെ റിയാക്ഷൻ ഞാൻ നോക്കട്ടെ, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2:45 ഉള്ളൂ സമയം. അല്ല, അവനവിടെ ഇന്നലെ ഒരു 2 മണി വരെ ഇരുത്തിയുള്ളൂ. കുറച്ച് സമയം ഇരുത്തി ശീലാക്കണ്ടേ. അതുപോലെ ഉറങ്ങുന്ന സമയമായെങ്കിൽ വഴക്കുണ്ടാക്കുമെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. എന്തായാലും അവൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഞാനവൻ്റെ അംഗനവാടി എത്താനായി. അംഗനവാടിയിലോട്ടുള്ള വഴിയാണ്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ്. ആ പോയപ്പം കഴിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. സമയം 2:45, 2:40. നോക്കട്ടെ അവൻ എന്തെടുക്കാമെന്ന്, ഉറങ്ങിയോന്ന് അറിയത്തില്ല. നോക്കാം. അയ്യോ ഉമ്മീൻ്റെ എന്ത് കഴിച്ചു? ആച്ച എന്താ കഴിച്ചു? ചോറിനോ? വാ വേണ്ട, അടയ്ക്കണ്ട. പോവാം. പോവാ മതി. ഞങ്ങൾ അംഗനവാടിന് പോവാണേ. വാ. അച്ഛൻ വന്നില്ലല്ലോ. എന്ത് വാങ്ങിക്കാന്നാ പറഞ്ഞേ? ആണോ? നമുക്ക് അച്ഛൻ വരുമ്പോൾ വാങ്ങിക്കാൻ പറയാം. അച്ഛൻ വന്നില്ലല്ലോ. വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരും. വാ. അച്ഛൻ രാത്രിയിലല്ലേ വരത്തുള്ളൂ. ഇങ്ങോട്ട് വാ. അങ്ങനെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് കാശ് ഉറങ്ങിപ്പോയിട്ടോ. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ചോറ് കഴിച്ചില്ലായിരുന്നല്ലോ നേരത്തെ. ആ പഴങ്കഞ്ഞി ഒടിച്ചതേ ഉള്ളൂ. പിന്നെ ഇപ്പം ചോറ് കഴിച്ചു. ഇപ്പോഴാണ് ചോറ് കഴിച്ച് കഴിഞ്ഞത്. സമയം എത്രയായിരുന്നോ? 4 മണി കഴിഞ്ഞു. 4:05 കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞി ഇവിടെ നിൽപ്പോട്ടെ, കാശ് ഉറങ്ങുന്നു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സന്തോഷ വിവരങ്ങൾ അറിയിക്കാനുണ്ടെന്ന്. അതെ, നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ്. പറഞ്ഞു നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാന്നറിയാം. എന്നാലും ഇത്രയും നാളുകൊണ്ട് കഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷനായി. വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ. മോണിറ്റൈസേഷൻ ആവുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഹാഫ് മോണിറ്റൈസേഷനായി. അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാൻ പ്രയത്നിക്കുകയാണ്. കുറേ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇന്നലെ 3000 വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഇനിയും സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പൊക്കെ നമുക്കിനി എനേബിൾ ആയിരിക്കുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ സൂപ്പർ ചാറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യിച്ചു. നമ്മൾ ലൈവിൽ വന്നിട്ട് ചെയ്യൂ കേട്ടോ. വെറുതെ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം ഇനിയിപ്പം മോണിറ്റൈസേഷനിലോട്ടാണ് അടുത്തൊരു ഘട്ടം പോവുക. നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രയത്നിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കണം. ഓക്കെ, എന്തായാലും ഹാഫ് ആണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ എത്ര നാളുകൊണ്ട് കഷ്ടപ്പെട്ട് കുറേയേറെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നലെ ആയെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഫില്ലപ്പ് ഓരോന്നൊക്കെ ഞാൻ ചോദിച്ചു കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നായിട്ട് ഞാനും ഏട്ടനോട് ഇരുന്നിട്ട് എല്ലാം, ഏട്ടനാണ് കേട്ടോ മിക്കവാറും എല്ലാം ചെയ്തത് ഏട്ടൻ തന്നെ. ഞാൻ ഏട്ടനോട് ഇരുന്നിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം സബ്മിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി മോണിറ്റൈസേഷൻ ആകുമ്പോൾ അറിയാം എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളാവുമോന്ന്. എന്തായാലും ഇതെന്തായാലും ഇവിടെ വരെ വലിയ പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിലും ഫുള്ളി മോണിറ്റൈസേഷൻ ആണെങ്കിലും ഹാഫ് ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ലൈവ് കാണുന്നവരുടെയും വീഡിയോ കാണുന്നവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ആ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. മീൻസ് ഹാഫ് മോണിറ്റൈസേഷൻ്റെ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്.
അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വാച്ച് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സന്തോഷം. ഞങ്ങൾ കുഞ്ഞിമോള് പറയുന്ന കേൾക്കാം. പറ കുഞ്ഞി, ഇനി എന്താ കുഞ്ഞിക്ക് പറയാനുള്ളത്? ചുമയായിട്ട് വരാനേ? എപ്പോ ലൈവിന് വരാനതോ? അത് കുറേ കാലം മുമ്പത്തെ കാര്യമാണ് കേട്ടോ കുട്ടി പറയുന്നത്. അതാണോ കുഞ്ഞ് നേരത്തെ മുതൽ പറയാൻ ശ്രമിച്ചത്? അപ്പൊ ഇനി നമ്മൾ കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, കേക്കാത്താനെ ഇതാ, ഇതെന്താ നോക്കാശി? ഇതെന്താ? ഞാന് ഇതോ? ഞാനാണത്? ചക്ക. ഇതാ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഐസ്ക്രീം കഴിച്ചതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.